Hello dears, എല്ലാവർക്കും മഞ്ജുസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചപ്പാത്തിയുടെ കൂടെ ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തക്കാളി വെച്ചാണ് ഞാൻ തയ്യാറാക്കിയത്. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാവേ. ഞാൻ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി. പിന്നെ തക്കാളി കുറച്ച് പുളിയുള്ള തക്കാളിയാണ്. അതൊരു ഞാൻ 2 മീഡിയം സൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറം പോലെ നമുക്കൊന്ന് വരട്ടണം. സവാളയുടെ നിറമെല്ലാം മാറി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് എൻ്റെ കയ്യിൽ, വലിയ എരിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എരി വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാൻ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ. അതൊന്ന് മൂത്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ചേർക്കുകയാണേ. ഇത് നല്ലപോലെ നമുക്ക് വഴണ്ട് കിട്ടണം. തക്കാളി നല്ലപോലെ അതിൻ്റെ കൂടെ ചേർന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വഴട്ടിയെടുത്തിട്ട് നമുക്കിതിന് തേങ്ങ ചേർക്കണം. ഞാൻ 1/2 കപ്പ് തേങ്ങ, 2-3 കശുവണ്ടി പരിപ്പ് ഇതിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. വേറെ ഒന്നും ചേർത്തില്ല, നല്ലപോലെ അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ. അപ്പോൾ അതാണിത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. കാഷ്യൂനട്ട് ഒരു 10 വരെ ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ. കാഷ്യൂനട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് ചേർക്കാം. അപ്പോൾ ഇത് കുറുകി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തീയിലോ മീഡിയം ഫ്ലെയിമിലും താഴെ ആയിരിക്കണം തീ, ഞാൻ പ്രത്യേകം പറയുകയാണ്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നല്ലപോലെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഒരുമാതിരി അത് സോട്ടായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ എന്ത് ചോദിച്ചാൽ ആ മിക്സിയുടെ ജാറില്ലേ നമ്മൾ തേങ്ങ അരച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കലക്കി ഒഴിച്ചു. അപ്പോൾ ഒന്നുകൂടെ അത് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പം ഞാൻ നേരത്തെ കുറച്ച് വെള്ളമേ ഞാൻ ചേർത്തുള്ളൂ. അത് ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തെ വെള്ളമാണ് ചേർത്തത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ചൂടോടെ ചേർക്കണം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇതിനകത്ത് ചൂടോടെ വെള്ളം ചേർക്കുക. പിന്നെ ഉപ്പും ഇപ്പോൾ ഈ സമയത്ത് ഇടാവുന്നതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പം എന്നും ചപ്പാത്തിക്ക് ഒരേ കറി ഉണ്ടാക്കി നമുക്ക് ബോറടിക്കുന്നെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാം, വെറൈറ്റി അല്ലേ. അപ്പോൾ വേഗം പോയി ട്രൈ ചെയ്യൂ. വീണ്ടും വേഗം വരാമേ. ബൈ ഫ്രം മഞ്ജുസ് ഡയറി ബുക്ക്. ടേക്ക് കെയർ.